സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച അട്ടപ്പാടി മധു വധക്കേസിൽ മണ്ണാർക്കാട് SC/ST കോടതി ഇന്ന് വിധി പറയും. അല്പം അരി മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച് മധുവിനെ ആൾക്കൂട്ട വിചാരണ നടത്തി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. വിചാരണ തുടങ്ങിയത് മുതൽ തുടർച്ചയായി സാക്ഷികൾ കൂറുമാറിയത് പ്രോസിക്യൂഷന് വലിയ തലവേദനയായിരുന്നു. പ്രതികൾക്ക് ഹൈക്കോടതി അനുവദിച്ച ജാമ്യം വിചാരണ കോടതി റദ്ദാക്കിയ അസാധാരണ നടപടിയും കേസിൽ ഉണ്ടായി. ഒരു നേരത്തെ വിശപ്പടക്കാൻ അരിമോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ മധുവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കേരളീയ സമൂഹം ഇന്നും തലകുനിച്ചു നിൽക്കുകയാണ്. 2018 ഫെബ്രുവരി 22-ന് അട്ടപ്പാടി വനത്തിലെ അജിമുടിയിൽ വെച്ചാണ് മധുവെന്ന ആദിവാസി യുവാവിനെ ഒരു കൂട്ടം ആളുകൾ മർദ്ദിക്കുന്നത്. മോഷണം ആരോപിച്ചുള്ള മർദ്ദനം മധുവിന്റെ ജീവനെടുത്തപ്പോൾ മധുവിന്റെ കുടുംബത്തിന് ലഭിക്കേണ്ട നീതിയുടെ വെളിച്ചത മറയ്ക്കുവാനും ശ്രമമുണ്ടായി. അപൂർവതകൾ നിറഞ്ഞ വിചാരണ നടപടികൾക്കൊടുവിലാണ് കേസിൽ മണ്ണാർക്കാട് SC/ST കോടതി വിധി പറയുന്നത്. കേസിലേറെ വൈകി 2022 ഏപ്രിൽ 28-ന് സാക്ഷി വിസ്താരം തുടങ്ങിയെങ്കിലും ദൃക്സാക്ഷികൾ ഉൾപ്പെടെ കൂറുമാറിയത് വലിയ വെല്ലുവിളിയായി. 122 സാക്ഷികളിൽ 103 പേരെ വിസ്തരിച്ചു, 24 പേർ കൂറുമാറി. 24 പേരെ വിസ്തരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി. അനുകൂലമായി 77 പേർ മൊഴി നൽകി. 10 മുതൽ 17 വരെ സാക്ഷികൾ മജിസ്ട്രേറ്റിന് മുൻപിൽ രഹസ്യമൊഴിയും നൽകിയിരുന്നു. കൂറുമാറിയ വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരായ 4 പേരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. കൂറുമാറിയ സാക്ഷിയുടെ കാഴ്ച പരിശോധിക്കുകയെന്ന അപൂർവങ്ങളിൽ അപൂർവമായ സംഭവത്തിനും മണ്ണാർക്കാട്ടെ പ്രത്യേക കോടതി സാക്ഷിയായി. കേസിൽ സാക്ഷി സംരക്ഷണ നിയമം നടപ്പാക്കിയതോടെ കൂറുമാറ്റം ഒരു പരിധിവരെ തടയാനും പ്രോസിക്യൂഷന് കഴിഞ്ഞു. ആസൂത്രിതമായി കൂറുമാറ്റം നടന്നെന്ന് കണ്ടെത്തിയതോടെ വിചാരണ കോടതി 12 പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയിരുന്നു. പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഒരാളുടെ ജാമ്യം റദ്ദാക്കിയ വിചാരണ കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തു. പ്രോസിക്യൂട്ടർമാർ പിന്മാറിയതോടെ മധുവിന്റെ അമ്മയുടെ ആവശ്യപ്രകാരം അഡ്വക്കേറ്റ് രാജേഷ് മേനോനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുന്ന സാഹചര്യവും വിചാരണ വേളയിലുണ്ടായി. എന്തായാലും അട്ടപ്പാടി മധുവധക്കേസിൽ കോടതി വിധി പറയുമ്പോൾ ആ വിധി ഈ മണ്ണിലെ ഏറ്റവും സാധാരണക്കാരായ അടിസ്ഥാന ജനവിഭാഗത്തിന് കൂടി കിട്ടാനുള്ളതാണ് നീതി എന്ന തോന്നലുണ്ടാക്കിയാൽ അത്രയെങ്കിലും ആശ്വാസം എന്ന് വിചാരിക്കുകയാണ് മനുഷ്യാവകാശ സ്നേഹികൾ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.